ഡോക്ടർമാരും പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സുമായി ആശയവിനിമയം നടത്തി. കേരളത്തിലെ രാഷ്ട്രീയ ഭരണരംഗത്ത് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ മുന്നണി ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. ഈ റിപ്പോർട്ട് ഭാവി കേരളത്തിൽ ഒരു വലിയ വിജ്ഞാന സമ്പത്തായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇനി ഇതിലേക്ക് കടക്കുകയാണ്. ഇതാണ് ആമുഖമായി പറഞ്ഞത്. ഇനി പ്രധാന കാഴ്ചപ്പാടുകളിലേക്ക് കടക്കുകയാണ്. ഒന്ന്, നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നാണ്. ആ ലക്ഷ്യം മുന്നേറുന്നതിനായി ആദ്യം നമ്മുടെ പ്രയോറിറ്റിയാണ് ഫസ്റ്റ് ഹെൽത്ത് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുക. ഫസ്റ്റ് ഹെൽത്ത്, ആദ്യം ആരോഗ്യം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിലൂടെയാണ് സമൂലമായ പൊതുജന ആരോഗ്യ പരിഷ്കാരങ്ങൾ UDF വിഭാവനം ചെയ്യുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുന്ന ഒരു സമീപനം. UDF ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാക്കും. പണമില്ലാത്തതിനാൽ ഒരാളുടെയും ചികിത്സ നിഷേധിക്കില്ല. പണമില്ലാത്തതിനാൽ ഒരു രോഗിയും അത് ആ കാരണം കൊണ്ട് മരിക്കില്ല. നമുക്കറിയാം, ഇന്നിപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മരുന്നുകളും രോഗ പരിശോധനകളും പൊതുമേഖല ആശുപത്രികളിൽ വരുന്ന പാവപ്പെട്ടവരുടെ അടിസ്ഥാന അവകാശമാണ് എന്നാണ് നമ്മുടെ നിലപാട്. സർക്കാരിന്റെ കൂറ്റൻ കുടിശ്ശിക എല്ലാ രംഗങ്ങളിലും, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എക്വിപ്മെന്റ്സ് വാങ്ങിച്ചതിൽ, അതുപോലെ തന്നെ കാരുണ്യ പദ്ധതിയില്ല. അതുകൊണ്ട് പല സേവനങ്ങളും ലഭ്യമല്ലാത്തതിനാൽ രോഗികൾക്കും ബന്ധുക്കൾക്കും ചികിത്സ തേടി പല വഴിക്ക് പോകേണ്ടതുണ്ട്. ഈ സേവനങ്ങൾ സർക്കാർ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾ സർക്കാർ സൗജന്യമായി തന്നെ നൽകും. ഈ മാത്രമല്ല, രോഗികളുടെ എണ്ണത്തിന്റെയും ചികിത്സാ ആവശ്യങ്ങളുടെയും വിവരങ്ങൾ, കണക്കുകൾ സർക്കാരിന് ലഭ്യമാണ്. ഇത് കണക്കിലെടുത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താത്തത് കൊണ്ടാണ് ഒരു റിസോഴ്സ് പ്ലാനിംഗ് ഇല്ല. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഇപ്പോൾ ഇല്ല. ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് കട്ടിലില്ലാത്ത രോഗികൾ തറയിൽ കിടക്കുന്നതും, ഒരു ഘട്ടത്തിൽ 2-3 രോഗികൾ കിടക്കുന്നതും, ICUവിൽ പ്രവേശനം ലഭിക്കാത്തതും, വെന്റിലേറ്റർ കിട്ടാത്തതുമായ കാരണങ്ങൾ അതുകൊണ്ടാണ്. പിന്നീട് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ പ്രൈമറി ഹോസ്പിറ്റൽസിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. സെക്കൻഡറി ഹോസ്പിറ്റൽസിൽ നമുക്ക് എമർജൻസി ചികിത്സ വേണം, അടിയന്തര ചികിത്സ, ട്രോമ കെയർ വേണം. ഈ സംവിധാനങ്ങൾ 24/7 വേണം. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ചികിത്സ വൈകുകയും മെഡിക്കൽ കോളേജുകൾ തിരക്കേറുകയും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ കുടിശ്ശികകളിൽ മുങ്ങി തകർന്നിരിക്കുകയാണ്. അത് പരിശോധിക്കപ്പെടണം. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് അതൊരു പരാജയത്തിലാണ്. നമുക്ക് പബ്ലിക് ഹെൽത്ത് കേഡർ ഇതുവരെ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് കേരളം പോലെ സാംക്രമിക രോഗങ്ങൾ പറക്കുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉള്ള കേരളത്തിൽ പബ്ലിക് ഹെൽത്ത് കേഡർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഹെൽത്ത് ഇന്നും 1000 ആശുപത്രികളിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പം നമ്മൾ കിഫ്ബി വഴി കെട്ടിടങ്ങൾ പണിതു എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട്, ശരിയാണ്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷെ അവിടെ സ്റ്റാഫ് പാറ്റേൺ ഇല്ല, സ്റ്റാഫില്ല, പല കെട്ടിടങ്ങൾ ഒഴിഞ്ഞിടക്കുകയാണ്. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജിന് തുടങ്ങിയ കെട്ടിടം ട്രോമ കെയർ ആണ്, അല്ല എന്താണ്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്ത് തൊട്ടപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിൽ ഒരു തട്ടിലിൽ 3 പേഷ്യൻസ് കിടക്കുമ്പോൾ ഇവിടെ പണി പൂർത്തിയാക്കിയ കെട്ടിടം വെറുതെ കിടക്കാണ്. കോഴിക്കോടും ഇതേപോലത്തെ സമാനമായ വിഷയങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പിന്നെ ആരോഗ്യ വകുപ്പ് DHSഉം അതുപോലെ മെഡിക്കൽ DME മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും സമാന്തര വകുപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ് നമുക്കുള്ളത്. സർക്കാർ ആശുപത്രിയിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികൾ പിരിക്കുന്ന പണം അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡ് ലൈൻ നമ്മൾ ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ ഞാൻ പറഞ്ഞു, ആ കെട്ടിടം പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായുള്ള സംവിധാനങ്ങളിൽ നിരവധി പരാജയങ്ങളുണ്ട്. അത് പ്രത്യേകമായി പരിഗണിച്ച് ഷീ ഹോസ്പിറ്റൽസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഈ പോളിസിയുടെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ മെഡിക്കലുണ്ട്, ദന്തലുണ്ട്, നഴ്സിംഗ് ഉണ്ട്, ഫാർമസി, ലാബറട്ടറി ടെക്നോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ പഠന രംഗത്തും തൊഴിൽ രംഗത്തും നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നു. അക്കാഡമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകണം, ഇൻഫ്രാസ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം,
ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഭാഗത്ത് ഉണ്ടാകണം, പാരാമെഡിക്കൽ സർവീസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. പിന്നെ ആയുഷ് രംഗത്ത്, ആയുർവേദം, മറ്റു അലോപ്പതി അല്ലാത്ത മേഖലകളിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി ന്യൂനതകളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകമായൊരു കമ്മീഷനെ തന്നെ നിയമിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ താഴെ തട്ടിൽ വർക്ക് ചെയ്ത് ഹെൽത്ത് ഡേറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് ആശാ വർക്കേഴ്സിന് വഹിക്കാൻ പറ്റും. അപ്പോൾ അവരെ ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ അവർക്കില്ല, അവർക്ക് വേതനം കിട്ടുന്നില്ല, മറ്റു കാര്യങ്ങൾ കിട്ടുന്നില്ല, കഠിനാധ്വാനമാണ്. അപ്പോൾ അവരുടെ വിഷയം പ്രത്യേകമായി പരിഹരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം കേരളത്തിൻ്റെ പൊതുവായ ആരോഗ്യ സൂചികകൾ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ പണ്ട് മുതലേ നല്ലതാണെങ്കിലും നമ്മൾ ആദിവാസി തീരദേശ മേഖലകൾ, ഇന്നിപ്പോൾ രാവിലെ നടന്ന ചർച്ചയിലും ആ പ്രശ്നം വന്നു. അവിടെ നമ്മൾ 2 പുതിയ പദ്ധതികളാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സ്, പ്രത്യേകമായി അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്താനുള്ള ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സ് ഒരു സ്ഥലത്ത്, ആദിവാസി മേഖലയിൽ, തീരപ്രദേശത്ത് കോസ്റ്റൽ കെയർ യൂണിറ്റ്. ഇത് 2ഉം നമ്മൾ പ്രത്യേകമായ കൺസിഡറേഷൻ. ഇത് 2ഉം പിന്നെ ഷീ ഹോസ്പിറ്റൽസും, സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഇത് 3ആണ് ആ പുതിയ പദ്ധതികളായിട്ട് നേരത്തെ പറഞ്ഞത്. പിന്നെ അതിഥി തൊഴിലാളികളിൽ 86% സർക്കാർ ആരോഗ്യ പദ്ധതികളെ കുറിച്ച് അറിയാത്തവരാണ്. ഇതൊക്കെ നമുക്ക് നല്ലതല്ല, കാരണം നമ്മൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ കൊടുക്കണം. പിന്നെ വയോജനങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി, ആനുകൂല്യങ്ങളും മരുന്നുകളും തടസ്സപ്പെടുന്നുണ്ട് അവർക്ക്. മാത്രമല്ല ജെറിയാട്രിക് കെയറിന് പ്രത്യേകമായ പരിഗണന, അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ ജില്ലാ ആശുപത്രികളിലും ആദ്യമായിട്ടുള്ള അതിൻ്റെ സംരംഭങ്ങൾ. കാരണം നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദീർഘനാൾ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ജെറിയാട്രിക് കെയറിന് പ്രത്യേകമായ ഒരു പരിഗണന, വയോജനങ്ങൾക്കുള്ള ചികിത്സ, അവരുടെ സൗകര്യങ്ങൾ, അതിന് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. മുതിർന്നവരിൽ 23.6% പേർക്ക് ഡയബറ്റീസും 44.6% പേർക്ക് ബ്ലഡ് പ്രഷറുമാണ്, രക്തസമ്മർദ്ദവും ഉള്ളവരാണ്. ഇതെല്ലാം നാഷണൽ ആവറേജിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് നമ്മുടെ റിപ്പോർട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഹൃദയാഘാതം മൂലം മരിക്കുന്നവരിൽ 25%-ഓളം പേർ 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന ഞെട്ടിക്കുന്ന വസ്തുത നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയാണ്. 30 വയസ്സിൽ താഴെയുള്ളവരാണ് മരിക്കുന്നവർ. ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നവരിൽ 25% പേര് 30 വയസ്സിൽ താഴെയുള്ളവരാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ 54% വർധനവുണ്ടായിട്ടുണ്ട്. ഷോക്കിംഗ് ആണ്, 54% വർധനവുണ്ടായിട്ടുണ്ട്. ആത്മഹത്യാ നിരക്ക് കേരളത്തിലെ ലക്ഷത്തിൽ 30.6 ഒരു ലക്ഷത്തിൽ 30.6 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് നാഷണൽ ആവറേജിൻ്റെ 8 ഇരട്ടിയാണ്. 8 ഇരട്ടിയാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇത്രയും പ്രബുദ്ധമായ വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ 8 ഇരട്ടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ കമ്പനികൾ, വലിയ ബ്ലാക്ക് സ്റ്റോൺ പോലെയൊക്കെയുള്ള, പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, കമ്പനികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളെ ടേക്ക് ഓവർ ചെയ്യാൻ. ഒരു ബെഡിന് 2.5 കോടി രൂപയ്ക്കൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്, ഒരു ബെഡിന്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് ചികിത്സ, സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ ഇപ്പോൾ ഉള്ള ചെലവിനേക്കാൾ എത്രയോ ഇരട്ടി വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ പൊതു ആശുപത്രികളിൽ പൊതു സംരംഭങ്ങളിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യം കൊടുത്തില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസ്സിന് പോലും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരവസരം, പണമില്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസരം കേരളത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനുള്ള സംസ്ഥാനത്തെ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കും, മരുന്നുകൾക്കും രോഗപരിശോധനകൾക്കുമായി കൃത്യമായിട്ടുള്ള ബജറ്റ് അലോക്കേഷൻ കൊടുക്കും. ആരോഗ്യത്തിനായി പ്രത്യേക ഫണ്ട്, അതായത് നമ്മൾ ബജറ്റ് അലോക്കേഷൻ പ്ലാൻ ഉള്ളത്, ഗ്രാൻറ്റുകൾ, CSR ഫണ്ടുകൾ, പിന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ, ചില സംരംഭങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ പെപ് സ്കാൻ, CT സ്കാൻ,
തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും നടത്തുന്ന ഒരു സെൻറ്റർ. ആ സെൻറ്ററിൽ നമുക്കൊരു CSR ഫണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ 10,000 രൂപയുടെ ഒരു ടെസ്റ്റ് നമുക്ക് ഒരു 5,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ക്രോസ് സബ്സിഡി കൊടുത്ത് ഏറ്റവും പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം നമുക്കതിന് സ്വകാര്യ നിക്ഷേപങ്ങളും CSR ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ചികിത്സയുടെ ചെലവ് കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പറ്റും. ഒരു വിവരം കൂടി പറയാം. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, അതായത് ഒരു അസുഖം വന്നാൽ പോക്കറ്റിൽ നിന്നൊരു രോഗിയുടെ ചെലവാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള നമ്പർ 1 സ്റ്റേറ്റ് കേരള. അത് 60% മുതൽ 70% വരെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കൂടുന്നത്. 1,00,000 രൂപ 70,000 രൂപ പോക്കറ്റിൽ നിന്നാവും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇവിടെയാണ്, ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് 35% നേർപകുതിയായിട്ട് ആദ്യത്തെ ഫേസിൽ കുറച്ചുകൊണ്ടുവരണം. ഫൈനൽ ഫേസിൽ അത് 20%. അത് പറ്റും. തമിഴ്നാട്ടിൽ ഞങ്ങൾ പരിശോധിച്ചു, തമിഴ്നാട് മോഡൽ പരിശോധിച്ചു. 64% 6 കൊല്ലം മുമ്പ്. അവരിപ്പോൾ 32% പകുതിയാക്കി കുറച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ മോഡലും കൂടി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് നമ്മൾ പകുതിയാക്കി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ചെലവ്, ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് പകുതിയാക്കി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഗുണനിലവാരമില്ലാത്ത ഒരു മരുന്നും കേരളത്തിൽ വിൽക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. കാരണം പരിശോധനയില്ലാത്ത എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പോലും വിതരണം ചെയ്യുന്നുണ്ട് എന്ന് CAG ഓഡിറ്റ് പറഞ്ഞ സ്റ്റേറ്റാണിത്. എക്സ്പയറി ഡേറ്റ് കഴിച്ച മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ ആളെ തട്ടിപ്പോവും. കാരണം അതിൻ്റെ കോമ്പിനേഷൻ മാറിയിരിക്കുകയാണ്, അപകടമാണ്. അപ്പോൾ ആ പരിശോധന, മരുന്നിൻ്റെ പരിശോധന കൃത്യമായി ചെയ്തിട്ടേ ഉള്ളൂ എല്ലാ ബാച്ചും മരുന്ന് വിതരണം ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. കേരളത്തിലെ ആശുപത്രികളിൽ ഉപകരണങ്ങൾ കേടായി കിടക്കുകയാണ് വ്യാപകമായി. നിങ്ങൾ കേട്ടാഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിലടക്കം എല്ലാ ആശുപത്രികളിലും സംഭവം മേടിച്ച് അവിടെ കേടായി കിടക്കുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ ഒരു ഏജൻസി തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ പുനഃക്രമീകരണങ്ങൾ, അത് റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് പ്രത്യേകമായി നമ്മൾ ചെയ്യും. പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും ചികിത്സയ്ക്ക് അല്ലേ, ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. ആ ഗോൾഡൻ അവേഴ്സിൽ ചികിത്സ 24/7 എല്ലാ ജില്ലയിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും എല്ലാ ജില്ലകളിലും ഉറപ്പാക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡറി ആശുപത്രികളിൽ മറ്റേ എമർജൻസി ട്രീറ്റ്മെൻറ്റും ട്രോമ കെയറും ഉറപ്പാക്കും. അപ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലെ തിരക്കും കുറയും. നമുക്ക് ഈ ഗോൾഡൻ അവേഴ്സ് ആളെ സേവ് ചെയ്യേണ്ട ഗോൾഡൻ അവേഴ്സാണ്. അതാണ് മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തേണ്ട സുവർണ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിൽ അത് കറക്റ്റായി അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് ഉറപ്പുവരുത്തും. അതെ, പ്രൈവറ്റിൽ പോകുന്നത് ഒഴിവാക്കാനും പറ്റും കൂടുതൽ പാവപ്പെട്ടവർക്ക്. പിന്നെ എല്ലാ പഞ്ചായത്തിലും 4 മിനിറ്റിനുള്ളിൽ അടിയന്തര ചികിത്സാ സൗകര്യമുള്ള ആംബുലൻസ് എത്തുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ഡിപ്ലോയ്മെൻറ്റ്, അത് നമ്മുടെ ഒരു പ്ലാനാണ്. കറക്റ്റായിട്ടുള്ള അതിന് നമുക്ക് സ്വകാര്യ ഏജൻസികളെ, പ്രൈവറ്റ് പല സംഘടനകളെ എല്ലാവരെയും കൂടി, ലോക്കൽ ബോഡികളെ എല്ലാവരെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഈ ആംബുലൻസ് ഡിപ്ലോയ്മെൻറ്റ് കറക്റ്റായിട്ട് സംവിധാനങ്ങളുള്ള എന്ന് വരുത്തും. അതുപോലെ നിലവിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ മുഴുവൻ ഉടച്ചു വാർക്കും. ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ളവരെയും മുകളിലുള്ളവരെ അർഹരാവുകയും, അതായത് മിസ്സിംഗ് മിഡിൽ എന്ന് പറയും, സഹായിക്കുന്ന സമഗ്രമായ പദ്ധതി ഉണ്ടാവും. അത് ആ യൂണിവേഴ്സൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ ഭാഗം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യും. പിന്നെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത ലോവർ ആൻഡ് അപ്പർ മിഡിൽ ക്ലാസിൻ്റെ കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അന്താരാഷ്ട്ര കമ്പനികളുടെ കാര്യങ്ങളിലൂടെ പറഞ്ഞു. പിന്നെ മെഡിസെപ്പിൻ്റെ പരാജയ കാരണങ്ങൾ പരിശോധിക്കും. മെഡിസെപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്വകാര്യ ആശുപത്രികളെ തിരികെ കൊണ്ടുവരും. അതിനാവശ്യമായ വിഹിതം ഗവൺമെൻറ്റും നൽകും. പിന്നെ പബ്ലിക് ഹെൽത്ത് കേഡറിൻ്റെ കാര്യം പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ PH സെൻറ്ററിൽ ഊന്നി കുറച്ചുകൂടി ശക്തമാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കേരളത്തിൽ ലോകത്തിലുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും കേരളത്തിലുണ്ട്, എല്ലാം. അത് നമ്മുടെ കമ്മീഷൻ്റെ ഫൈൻഡിങ് കൂടിയാണ്. അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിൽ അതെല്ലാം പഠിച്ച് തന്നിട്ടുണ്ട്. എല്ലാ സാംക്രമിക രോഗങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ നമ്മൾ നമുക്കൊരു ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ നടത്തേണ്ട ഒരു സമയം യഥാർത്ഥത്തിലായി. അതിൽ സ്വകാര്യ ആശുപത്രികളെ കൂടി കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മളത്
അത് പ്ലാൻ ചെയ്യുന്നത് ഒരു ഹെൽത്ത് കോർഡിനേഷൻ കൂടിയാണ്. ഹെൽത്ത് കോർഡിനേഷൻ കൂടിയാണ്. അതിനൊരു പേഷ്യൻ്റ് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ആധുനികമായ മുഴുവൻ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സ്വകാര്യ ആശുപത്രിയിൽ അതുപോലെ ഈ പേഷ്യൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. പേഷ്യൻ്റ് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം അത് ആരോഗ്യ രംഗത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധുനികമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഈ പേഷ്യൻ്റ് നാവിഗേഷൻ, ഹെൽത്തിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട്. അത് നമ്മൾ നടപ്പാക്കും. അതുപോലെ മുടങ്ങിക്കിടക്കുന്ന ടെലി കൺസൾട്ടേഷൻ, ഇപ്പോൾ ആശുപത്രിയിലേക്ക് അധികം പേര് വരണ്ട എല്ലാ കാര്യത്തിനും. ടെലി കൺസൾട്ടേഷൻ കുറേ കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി പേഷ്യൻസ് ആശുപത്രികളിലേക്ക് എത്തുന്നത് കുറയ്ക്കും. ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉള്ള നേരത്തെ പറഞ്ഞു റിസോഴ്സ് പ്ലാനിംഗ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായ കണക്കെടുപ്പുകൾ നടത്തും. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായുള്ള സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പരിശോധിച്ചത് ഷീ ഹോസ്പിറ്റൽസ് എന്ന് പറയും. പിന്നെ അതുപോലെ പാരലൽ ഇതിൻ്റെ നമ്മുടെ മെഡിസിൻസിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നാണ് കാരുണ്യ ഫാർമസി എന്ന് പറയുന്നത്. അതായത് അന്ന് തിരുവനന്തപുരത്ത് 5000 രൂപയുടെ ക്യാൻസർ രോഗത്തിന് മരുന്നിന് 50,000 രൂപ മേടിച്ചിരുന്ന കാലമാണ്. ഞാനും ആണ് ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായിട്ട് നേരിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മരുന്ന് കൊണ്ടുവന്ന് ന്യായമായ വിലയ്ക്ക് വിൽക്കുകയായിരുന്നു. ശരിയായിട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തേക്കുള്ള ഒരു മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആയിരുന്നു കാരുണ്യ ഫാർമസി എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോൾ തകർച്ചയിലാണ്. അതിനെ ആധുനികമായ രീതിയിൽ മരുന്ന് ന്യായമായ വില മരുന്നിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ് കാരുണ്യ ഫാർമസി. അതിനെ ഏറ്റവും ആധുനികമായ രീതിയിൽ സമഗ്രമായി പുനരാവിഷ്കരിക്കും കംപ്ലീറ്റ് ആയിട്ട്. അതെ 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 അതൊന്നുകൂടി റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച്. അതുപോലെ നിപ്പ, എലിപ്പനി തുടങ്ങിയ ഞാൻ പറഞ്ഞല്ലോ സാംക്രമിക രോഗങ്ങൾ തടയാൻ ഇത് ഈ മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക്, ഇപ്പോൾ വവ്വാലിൽ നിന്നും പകരുന്നു, ഇതെല്ലാം പറഞ്ഞു. ഇതിന് WHO അടക്കമുള്ള ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്യുന്നൊരു കാര്യം വൺ ഹെൽത്ത് എന്നുള്ള ആശയമാണ്. അതായത് മനുഷ്യൻ്റെ ആരോഗ്യം മാത്രമല്ല പ്രധാനം, പ്രകൃതിയിലെ ജീവികളുടെയും കൂടി ആരോഗ്യം വളരെ പ്രധാനമാണ്. എല്ലാവരും, നമ്മൾ മാത്രം ആരോഗ്യം സമ്പന്നമായിരുന്ന നമുക്ക് ഈ ഇതിൽ നിന്ന് രോഗങ്ങൾ പകരും. അപ്പോൾ വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം എന്നുള്ള കൺസെപ്റ്റ് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. കേരളത്തിലാണ് അത്. ഇന്ത്യയിൽ ഇത്രയും സാംക്രമിക രോഗങ്ങളുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിലാണ് അത് ആദ്യമായി നടപ്പാക്കേണ്ട ഒരു സംസ്ഥാനം. ആ വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം കേരളത്തിൽ നടക്കും. അതുപോലെ മെൻ്റൽ ഹെൽത്ത് വളരെ സീരിയസ് ആണ്, കേരളത്തിൽ വളരെ സീരിയസ് ആണ്. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ നമ്മൾ ഈ ഹെൽത്ത് പോളിസിയിലുണ്ട്. പ്രാഥമിക കേന്ദ്രങ്ങളുടെ ഭാഗമാക്കി തന്നെ മാനസികാരോഗ്യ സേവനങ്ങളെ മാറ്റണം. അതുപോലെ സ്ട്രോക്കിനും ഹൃദ്രോഗത്തിനും പൊതുമേഖലയിൽ തന്നെ മികച്ച ചികിത്സ ഉറപ്പാക്കണം. കാരണം സാധാരണക്കാർക്ക് അത് പോകാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന. പിന്നെ പ്രായമായ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന ഡോർ സ്റ്റെപ്പ് ഔട്ട്റീച്ച് പദ്ധതി അത് മുൻഗണന നൽകും. വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാന്തരമായ അമ്മവാടി പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. അതുപോലെ ആദിവാസികളുടെ കാര്യം പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ ഇൻ്റർവെൻഷൻ, അവരെ പ്രത്യേകമായി പരിഗണിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. അത് മാറ്റിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവരുടേതായ പലപ്പോഴും അവർ പുറത്തു ചെയ്യാറില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള പ്രത്യേകമായ ഒരു ഹെൽത്ത് സംവിധാനങ്ങൾ എല്ലാം ഇതിനകത്ത് ഉണ്ടാകും. വളരെ സമഗ്രമായ രീതിയിലാണ്. ഞാൻ ഈ ഹെൽത്ത് കമ്മീഷൻ ഡോക്ടർ SS ലാലിനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം അവർ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്. ലാല് UN വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. 150ഓളം ഡോക്ടർ അജിത ഉൾപ്പെടെ 150ഓളം ഡോക്ടർമാരാണ് ഈ ഒരു ടീം വർക്ക് ചെയ്തത് കഴിഞ്ഞ്. അവർ രാവും പകലും വർക്ക് ചെയ്തിട്ടാണ് കേരളത്തിലെ ഏറ്റവും മിടുമിടുക്കരായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരായിട്ടും
പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സുമായിട്ടും എല്ലാവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരുപാട് മേഖലകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ടാണ് സമഗ്രമായ ഒരു ആരോഗ്യരേഖ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അസറ്റാണ്, നോളജ് അസറ്റാണ് കേരളത്തിന്. വരാനിരിക്കുന്ന കാലത്തെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒരു ഗൈഡൻസ് ആണ്. ഇനി ഇത് മാത്രമല്ല, ഇത് ഓപ്പണാണ് അല്ലേ? എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ആഡ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് കൂടി ഇതിനകത്ത് ഈ ഹെൽത്ത് ഡോക്യുമെന്റിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും ചുരുക്കിയിട്ടാണ്, വളരെ ശ്രമകരമായിട്ടാണ് ഞാനിത് ചുരുക്കി പറഞ്ഞത്. കാരണം അത്രയും വലിയ ബ്രോഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്, അത്രയും ഹോംവർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഇങ്ങനെ ഹെൽത്ത് കമ്മീഷനെ ഹെൽത്ത് കമ്മീഷൻ നിയമിക്കാനും, അത് അദ്ദേഹം മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ്, നിയമിക്കാനും ഇങ്ങനെ ഒരു ഫലപ്രദമായൊരു രേഖ ഞാൻ കരുതുന്നത് ഇത് സമയബന്ധിതമായി ഇത് നടപ്പാക്കിയാൽ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തിനെ ആരോഗ്യവതിയാക്കി കേരളത്തിൽ നടത്താൻ പറ്റും. മാത്രമല്ല നല്ല ചികിത്സ കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ആരോഗ്യ കാര്യത്തിൽ കേരളത്തെ മാറ്റാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് വരുന്നില്ലേ, അതുപോലെ വരാൻ പറ്റും. ഞങ്ങൾക്ക് വേറെ ഐഡിയാസൊക്കെ ഉണ്ട്. അതായത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള റീഹാബ് സെൻറ്റേഴ്സ്, അതായത് ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. ഇപ്പോൾ തളർന്നു കിടക്കുന്ന ആളുകളെ എത്രയോ പേരാണ് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നത്, അപകടത്തിൽ തളർന്നു കിടക്കുന്നത്, അവരെയൊക്കെ എണീപ്പിച്ച് നടത്താൻ പറ്റാവുന്ന തരത്തിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആയുർവേദവും അലോപ്പതിയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ കൂടി വളരെ പ്രൊഫഷണലായിട്ട് കേരളത്തിൽ ആരംഭിക്കാൻ, അങ്ങനെ അനന്തമായ സാധ്യതകളാണ് ഈ ഹെൽത്ത് ഡോക്യുമെന്റിലുള്ളത്. അനന്തമായ സാധ്യത. ഇതൊരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് മാത്രമാണ്. ഇതിന് വലിയ സാധ്യതകൾ, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ SS ലാലിനെയും സഹപ്രവർത്തകരെ ഹെൽത്ത് കമ്മീഷൻ അംഗങ്ങളെയും ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. അവരോട് സഹകരിച്ച എനിക്ക് തോന്നുന്നു ഒരു 600-ലധികം ഡോക്ടർമാർ അവരുമായിട്ട് എല്ലാ കാര്യത്തിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ സഹകരിച്ചു. IMAയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ, മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആശാ വർക്കർമാർ തൊട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും, പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ, അവരുടെ ആശങ്കകൾ, ആയുഷുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബ്രാഞ്ചസ്, അലോപ്പതി അല്ലാതെയുള്ള ബ്രാഞ്ചസ്, ഇവരെല്ലാവരും അതിന് നമ്മളൊരു അവരുടെ വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക കമ്മീഷൻ കൂടി ആണ് നമ്മൾ രൂപീകരിക്കുന്നത്. നമ്മുടെ ഒരു മാസ്റ്റർ പീസ് സാധനം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ് അല്ലേ? യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ്. ഹെൽത്ത് ഫസ്റ്റ്, ആദ്യം ആരോഗ്യം, എന്നിട്ടല്ലേ നമുക്കൊരു നല്ല കേരളത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF. ഞങ്ങളത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ ഭേദഗതികൾ ആവശ്യമുണ്ട്, അമെൻമെൻറ്റ്. അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ആവശ്യമായ കുറേ ഭേദഗതികൾ വരുത്തണം. അത് ഞങ്ങളത് സ്റ്റഡി ചെയ്തിട്ടുണ്ട് കമ്മീഷനിൽ. 2 വാക്ക് കൂടി ചേർന്ന് അതൊക്കെ പറഞ്ഞു. അതല്ല അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളുണ്ട്, വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയാം. ഞങ്ങളത് ഡോക്യുമെൻ്റാണ്. എങ്ങനെ ഇല്ല വൺ ഹെൽത്ത് അതല്ല ഞാൻ പറയുന്നത്, ഫലപ്രദമായി അല്ലല്ല ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയെന്നല്ല. വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കിനുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകളുടെ ഇടയിൽ പോലും ആ വൺ ഹെൽത്ത് എന്നുള്ള ആശയം പോയിട്ടുണ്ടോ? പിന്നെ താഴേക്ക് ഒട്ടും വന്നിട്ടില്ല. ഒരു ആശയം താഴെ വരെ വരണം, അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. കാരണം നേച്ചറും മനുഷ്യനും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത സംഭവമാണ്. ഈ വവ്വാലിൻ്റെ തന്നെ 45ഓളം വൈറസ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 45ഓളം വൈറസ് വവ്വാലിൽ തന്നെ ഉണ്ടെന്നാണ് മരണകാരണമായേക്കാവുന്ന വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു അതാണല്ലോ ഒരു WHO-ൻ്റെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ ഒരു ആശയമാണ് വൺ ഹെൽത്ത്. ഒരു സെക്കൻഡ് ഇതൊന്ന് ലാല് 2 വാചകം പറഞ്ഞു. എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കതിനകത്ത് ഒരു 160 പേര് പങ്കെടുക്കുന്നു പറയുമ്പോൾ രോഗാരോഗ്യ സെന്റർ ഇപ്പൊ പ്രവർത്തിക്കുന്നവർ ഞങ്ങളോട് പങ്കെടുക്കുന്നുണ്ട്. പഴയ ഉദ്യോഗസ്ഥർ, UNICEF, വേൾഡ് ബാങ്ക്, വളരെ വിശദമായ ഒരു 6-7 മാസത്തെ വർക്ക്. നമുക്കതിനകത്ത് പ്രധാനമായിട്ട് കാണാൻ കഴിഞ്ഞത്
നമുക്ക് ആരോഗ്യ അവബോധമുള്ള ജനമുണ്ട്. മാസ്ക് 90% പേരാണ് കോവിഡ് സമയത്ത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനത്തെ അത്ര പറഞ്ഞാൽ കേട്ടുന്ന ജനമുണ്ട്. ആരോഗ്യ പ്രവർത്തകരുണ്ട്. സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ്റൊക്കെ ആശുപത്രികളുണ്ട്. അത്യാവശ്യത്തിന് പണവുമുണ്ട്. ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നൊരു മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്റ്റാഫുണ്ട്, വേറെ ആവശ്യമുള്ളിടത്തല്ലേ സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർവീസ് കിട്ടാവും. ഇപ്പോൾ മൊത്തത്തിലൊരു മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ സ്വാധീനിക്കും. ഇനി വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹെൽത്ത് പോളിസി ഡോക്യുമെന്റ്. ഞങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ട് ഒരു ഹെൽത്ത് പോളിസി കേരളത്തിന്റെ ഡോക്യുമെന്റ് 2013 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് ഒരു പോളിസി ഉണ്ട്. എന്താണ് ഗവൺമെന്റ് പോളിസി എന്നത്? ഇപ്പോൾ പലതരം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. 2019 മറ്റൊരു പോളിസി കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് നെറ്റിലുണ്ട്, ഇപ്പോൾ വിഡ്രോ ചെയ്തു. അപ്പോൾ നെറ്റിൽ പോലും ലഭ്യമാണ്. എന്താണ് ഈ ഗവൺമെന്റ് ഫോളോ ചെയ്ത പോളിസി എന്നൊരു വിഷയം നിലനിൽക്കുക. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ സാംക്രമിക രോഗങ്ങൾ കുറഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ വിദ്യാഭ്യാസവും എല്ലാം ബാധകമാണ്. കുറഞ്ഞപ്പോഴത്തേക്ക് വർഷങ്ങൾ കൂടുതൽ ജീവിച്ചിരിക്കാൻ ആയുസ് കൂടി. ശരാശരി ആയുസ് സ്ത്രീകൾക്ക് 80 വയസ്സാണ്, അമേരിക്ക തുല്യമാണ്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടോ എന്നൊരു വിഷയം ബാക്കി. അപ്പം മാത്രമല്ല ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്ന അസുഖങ്ങളുണ്ട്. അത് വളരെ വ്യാപകമാണ്. അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് എല്ലായിടത്തും ആയിട്ടില്ല. എല്ലായിടത്തും ഈ ഓൾഡ് ഏജ് കെയറിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരുപാട് മറ്റേ രക്തസമ്മർദ്ദത്തിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിരിക്കുക. ഇതൊക്കെ കൂടാതെ നമുക്കൊരു ഡ്യുവൽ പ്രശ്നമാണ്. നമുക്ക് ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും സാംക്രമിക രോഗങ്ങളാണ്. വടക്കേന്ത്യ ചെന്നൈയിൽ മലമ്പനിയാണ് വലിയ പ്രശ്നം, ക്ഷയരോഗമാണ് പ്രശ്നം. നമുക്കതൊക്കെ കുറഞ്ഞെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോഴും ഒരു വർഷം 20,000 പേർക്ക് ക്ഷയരോഗം വരുന്നുണ്ട്. കേരളത്തിൽ 2,000-ഓളം പേര് കേരളത്തിൽ ക്ഷയരോഗം വന്ന് മരിക്കുന്നുണ്ട്. നമ്മൾ കാണാൻ പോകുന്ന കണക്കാണ്. പിന്നെ പുതിയ രോഗങ്ങൾ. അപ്പം നമുക്ക് ഡ്യുവൽ ബേർഡനാണ്. സാംക്രമിക രോഗങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് കുറവാണെങ്കിലും ഇപ്പോഴും നമുക്ക് സാംക്രമിക രോഗങ്ങളുണ്ട്. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളില്ലാത്ത പുതിയ രോഗങ്ങൾ ഇവിടെ വരികയും ഇതിനൊപ്പം നമ്മൾ മനുഷ്യർ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന മറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡ്യുവൽ ബേർഡനാണ്. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ആരോഗ്യ നയത്തിനെ മാറ്റിയിട്ട്, പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ഇപ്പോൾ 25% പേര് 30 വയസ്സിൽ താഴെയുള്ളവരൊക്കെയാണ് മരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പഠനങ്ങൾ നടത്തിയിട്ടില്ല. നമ്മുടെ ഡേറ്റ അവൈലബിൾ അല്ല. കോവിഡിൻ്റെ പോലും പഠനങ്ങൾ കേരളത്തിൽ കാര്യമായി നടന്നിട്ടില്ല. ഡേറ്റ ആർക്കും ലഭ്യമല്ല. അതുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനോ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഹെൽത്ത് ഫിനാൻസിങ് വലിയ ഇഷ്യൂ ആണ്. നമുക്ക് ഉള്ള പണം ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യം തികയാതെ വരുന്നുണ്ട്. പുതിയതായിട്ട് പണം കണ്ടെത്തുന്ന നൂതന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ സ്വകാര്യ മേഖലയുടെ കാര്യം, അതാണ് അവസാനത്തെ പോയിന്റ്. നമ്മൾ പലപ്പോഴും സ്വകാര്യ മേഖല ഇഗ്നോർ ചെയ്യാണ്. പക്ഷേ 70% ജനങ്ങൾ സ്വകാര്യ മേഖല ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഒരു പുതിയ നയം. ഇത്രയുമാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയുന്നത്. ഇത് ഡോക്യുമെന്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് തരാം. ഇന്ന് തന്നെ ഓൺലൈൻ അവൈലബിൾ. പറഞ്ഞോ. പണിമുടക്കിനോടുള്ള നിങ്ങളുടെ നിലപാട് എങ്ങനെയാണ്? മാത്രമല്ല ACC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒരു സർക്കുലർ PCC എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അല്ല, പണിമുടക്കിന്റെ കാരണങ്ങളോട് നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ്. സംശയം എന്താണ്? ഞാനും ഒരു ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതാണിത്. സംശയം എന്താ? നിങ്ങൾ യാത്ര നടത്തുന്നതിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഞാൻ നേരിട്ട് പറയാം. യാത്ര ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. യാത്രയുടെ പ്രചരണത്തിന് കൂടി ഈ വിഷയങ്ങൾ ഞങ്ങൾ പറയും. ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത്, അതിൻ്റെ കാരണം കൂടി എന്തിനാണ്, ഏത് കോസിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും. അതിനുള്ളൊരു അവസരം കൂടിയല്ലേ. അതുകൂടി അല്ല, അത് അവർക്ക് എന്ത് വേണേലും പറയാമല്ലോ. പിന്നെ എനിക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഒരു പൊതുസമൂഹത്തിൽ, ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുള്ള നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിന് സമാനമായ പണിമുടക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ ചോദ്യം? മനസ്സിലായില്ല. അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. ഞാൻ അതിൻ്റെ ശരിയും തെറ്റുമല്ല പറയണം, പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല. കർണാടകത്തിൽ പോയാൽ അറിയില്ല.
മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല, ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം. കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, ഒരു ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ. അതാണ് ഉറപ്പായിട്ട് വേണം. അതിന്റെ പ്രചരണം വേണം, അതിന് വ്യാപകമായ പ്രചരണം വേണം. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാനത് വെക്കുന്നു. അല്ല, അങ്ങനെയൊന്നും ആവില്ല. അപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഇത് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഇല്ലേ? ഇതൊക്കെ അതൊക്കെ നമുക്ക് വെറുതെ ഈ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ദേശീയ തലത്തിൽ പണിമുടക്ക് വിജയിപ്പിക്കാൻ ചിലപ്പോൾ വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് കോൺഗ്രസിന് വിചാരിച്ചാൽ സാധിക്കുമല്ലോ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? അല്ലല്ല, അത് പണ്ട് മുതലേ സംഘടനാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സോളിഡാരിറ്റി പൂർണ്ണമായി നൽകണമെന്ന് എല്ലാ BCC പ്രസിഡന്റുമാരോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സംസ്ഥാനത്തും പണ്ട് മുതലേ കേരളമല്ലാതെ ഒരു സംസ്ഥാനം, ബംഗാളിൽ പോലും ചെയ്യാറില്ല. ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല. ഈ ഹർത്താലും ബന്ധുവാക്കൂല അവിടെ. ത്രിപുരയിൽ ചെയ്യാറില്ല. നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, പാർട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെയും ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. അതാ അവരുടെ ഇഷ്ടം. അല്ല ഞങ്ങള് ഇപ്പോ അതിന്റെ പ്രചരണത്തിന്റെ കൂടി വേദിയാക്കി മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യല്ലേ. പബ്ലിക്കാണ്, ഇതേ പബ്ലിക് മീറ്റിംഗ് അല്ലേ. ഇതിന്റെ സാധാരണ പൊതുപണിമുടക്കിന് പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടത്തി നാട്ടുകാരോട് പറയണത്. ഇപ്പൊ എത്ര നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യണമെന്ന്? ആളുകൾക്ക് അറിയില്ല, കാരണം പ്രചരണം നടന്നിട്ടില്ല. ഇത് പറയണ എളമരം കരീമിന്റെ CIT പോലും ഒരു പ്രചരണ പരിപാടി ഞാൻ കണ്ടില്ലെങ്ങും. നടത്തി കാണും, ഞാൻ കണ്ടില്ലെങ്ങും. ഒരു പ്രചരണം നടത്തണം. അപ്പൊ ഇതുപോലത്തെ ഒരു വലിയ എല്ലാവരും നിങ്ങളെല്ലാം വന്ന് അത് ആ വിഷ്വലൊക്കെ എടുത്തുന്ന ഇത്രയും പ്രചരണം കിട്ടുന്ന വേറൊരു പരിപാടി ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലല്ലോ. ഈ യാത്രയുടെ പോലൊരു പരിപാടി നടക്കുന്നില്ലല്ലോ. അപ്പൊ ആ പരിപാടി ഇതിന്റെ കൂടി ഈ കോഴ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജായി മാറില്ല. നല്ലതല്ലേ? ശരി. മലയാള ഭാഷയിൽ അപ്പൊ മനസ്സിലായല്ലോ എന്താണ് CPM പറഞ്ഞതിന്റെ ഒരു ലെവലെന്ന് മനസ്സിലായല്ലോ. ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കാനും ഇങ്ങനെ പറ്റിപ്പിക്കാനും വേറെ ഏതോ ലോകത്തിലാണ് അദ്ദേഹം. ഭൂമിയിലല്ല. അദ്ദേഹത്തോട് എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിലത്ത് കാലുകുത്തിയിട്ട് ഭൂമിയിൽ കാലുകുത്തിയിട്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഇന്നലെ പറഞ്ഞു ഞാൻ പച്ചക്കള്ളം പറയാനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 3 ജനപ്രതിനിധികളെ CMDRFിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ UDFന്റെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി 18.5 ലക്ഷം രൂപ CMDRFിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ ഞാൻ പറയുള്ളൂ എമൗണ്ട്. ബാക്കി എല്ലാവരും അവരുടെ ഇതനുസരിച്ച് 18.5 ലക്ഷം രൂപ UDF MLA CMDRF കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് CMDRF പൈസ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കൊടുക്കാനാ പറഞ്ഞത് എല്ലാവരോടും. UDF MLA കൊടുത്തിട്ടുണ്ട് 18.5 ലക്ഷം രൂപ CMDRF കൊടുത്തിട്ടുണ്ട്. പുള്ളി അതും ഇതൊക്കെ പറയുമല്ലോ. ആ കൂട്ടത്തിൽ പറഞ്ഞു. അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളൊക്കെ വിമർശിക്കുന്ന ആളുകളെ അതെ മാധ്യമങ്ങളെയൊക്കെ അതിരൂക്ഷമായി വളരെ മോശമായ ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്നത്. താങ്കളെ കുറിച്ച് നുണരോഗം ബാധിച്ച ആള് എന്ന് പറഞ്ഞു, മീഡിയവണിനെ കുറിച്ചിട്ട് കാളകൂട വിഷം എന്ന് പറഞ്ഞു. ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ഈ രൂപത്തിൽ പറയുന്നതിനെ കുറിച്ച് അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു വേറൊരു ഫാസിസത്തിന്റെ മറുവശമാണ്. മനസ്സിലായോ? സംഘപരിവാറിന്റെ അതേ പാതയിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. ഫാസിസ്റ്റ് സ്വഭാവമാണ്, ഇടതു സ്വഭാവമല്ല, തീവ്ര വലതുപക്ഷ സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ പോലും ഇനിയൊരു ഭരണം വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സഹയാത്രികരും ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും
ഒരിക്കലും തുടർഭരണം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇതൊരു ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് നശിച്ചു പോകുന്നതിന്റെ സങ്കടം കണ്ടിട്ടാണ്. ഫാസിസ്റ്റ് പാർട്ടിയാണിത്. അസഹിഷ്ണുതയാണ്, അസഹിഷ്ണുത, എല്ലാവരോടും അസഹിഷ്ണുതയാണ്. മനസ്സിലായി? അതാണ് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ VD പലപ്പോഴും അങ്ങയുടെ പ്രസംഗത്തിൽ കാസർഗോഡ് മൂല്യം കേൾക്കും ഈ റിയൽ ലെഫ്റ്റ് ഞങ്ങളാണ് എന്ന് പറയുന്നത്. മുമ്പ് ഒരിക്കലും ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലും UDF നടത്താത്ത ഒരു പുതിയ ടെർമിനോളജിയാണ്, പുതിയ ക്യാമ്പയിനാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പോൾ റിയൽ ലെഫ്റ്റിനാണ് ഇവിടെ വോട്ട് എന്നുള്ളത്? ഞങ്ങൾ അതല്ല, ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്നേ. ഞങ്ങൾ വലതുപക്ഷമല്ല. ഞങ്ങളെങ്ങനെ വലതുപക്ഷ ചിന്താഗതിക്കാരല്ല. കോൺഗ്രസ് എന്നാണ് വലതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നത്. കേരളത്തിലെ UDF എന്നാണ് വലതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നത്. വലതുപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫാസിസം. ഇപ്പൊ കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്ത് DA അവകാശമല്ല. പണ്ട് എന്താണ്, തൊഴിലാളികൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി സമരം ചെയ്ത് പോരാടി നേടിയെടുത്ത അവകാശങ്ങളാണ് അല്ലേ DA. ആ DA അവകാശമല്ല എന്നൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹൈക്കോടതി. അപ്പൊ ഇനി 8 മണിക്കൂർ ജോലി അവകാശമല്ല എന്ന് പറയുമല്ലോ നാളെ. BJP പറയുന്നുണ്ട്. അവരൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ അപ്രോച്ച് അതാണ്. അതേ ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് DA അവകാശമല്ല. പിന്നെ ഇവരെ ലെഫ്റ്റ് എന്ന് എങ്ങനെ വിളിക്കുന്നത്? ഇവര് ലെഫ്റ്റ് അല്ല. അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ല ഊതി വീർപ്പിക്കണത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. എന്തിനാണ്? നിങ്ങൾക്കറിയാലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നെന്ന്. അതിന്റെ അസൂയ പൂണ്ട കുറെ ആളുകൾ അതിന്റെ ആ ജാഥ എന്ത്, ഞാൻ പറയണത് ശരിയല്ല, ഞാൻ നയിച്ച ജാഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ ചാനലുകളും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ്. ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ, ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥയെന്ന് നിങ്ങൾ വിലയിരുത്തും. ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ 60,000 വോട്ടിന് തോട്ട മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. എന്തിനാ ജാഗ്രത? ആരെ തടഞ്ഞ്? എന്റെ ദീപകെ, ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ, ഇല്ലാതെ. അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കും, ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാൾ. ഇപ്പൊ രാജുമോൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ സമയത്ത് തീരില്ല, എന്റെ സംസാരം നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞത് എന്നോട്. പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അത് തന്നെ ഷാഫിയും പറഞ്ഞു, ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പൊ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പ്രമോദിനെ നിർബന്ധിച്ചു, നീ എവിടെ പോയിരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാവുന്ന പോലെ, വീട്ടിലുണ്ടാവുന്ന പോലെ കാര്യമല്ലേ. അതേ വീണു എന്നെ സ്വീകരിക്കാൻ കോഴിക്കോട് മറ്റേ അതിർത്തിയിൽ വരുമ്പോ ഉണ്ട് ഇത്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം, അവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഉന്തിയിട്ടിട്ട് DCC പ്രസിഡന്റിന്റെ കൈവോട്ട് ചെയ്ത. ദൈവം, ഈ കേരളം എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയ. പിന്നെ നിങ്ങൾ വേറെ ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്, അറിയാല്ല. നിങ്ങൾ നിക്കി അതൊക്കെ ശരിയാണ്, അച്ചടക്കം വേണം, കുറച്ച് ഇതൊക്കെ വേണം. അതിനെന്താ? അവിടെ എന്താണ് അച്ചടക്കൽ? എങ്ങനെ ഉണ്ടായത്? എന്താ
അവിടുത്തെ UDFന്റെ ചെയർമാനായിട്ടുള്ള ആള്, DCC പ്രസിഡന്റ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവരൊക്കെ അല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരെ ഉണ്ടായിരുന്നു? അത് മുല്ലപ്പള്ളി, അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികളുണ്ടായി അവിടെ. 10 കക്ഷികളില്ലേ UDFല്, എല്ലാവരുടെയും പ്രതിനിധികൾ, സംസ്ഥാന നേതാക്കൾ, ജാഥ അംഗങ്ങൾ, ജില്ലാ UDFന്റെ നേതാക്കൾ, ആ നിയോജകമണ്ഡലത്തിന്റെ UDFന്റെ നേതാക്കൾ, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമൊന്നുമില്ല. ഇന്നലെ ഒരു അച്ചടക്ക കുറവ് ആ വേദിയിലുണ്ടായില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളും മിണ്ടിയില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോൾ ആരും മിണ്ടിയിൽ. ശരി. പണിമുടക്കിന്റെ ആവശ്യം